പോലീസുകാർക്കൊപ്പം നാട്ടുകാരുണ്ട്. പോത്തുണ്ടി മാട്ടായിലാണ് കൊടും ക്രൂരനായ കുറ്റവാളിക്ക് വേണ്ടി പോലീസ് തെരച്ചിൽ നടത്തുന്നത്. പോലീസുകാരൻ ലഭിച്ച വിവരമനുസരിച്ച് ഇയാളെ കണ്ടെത്താൻ ശ്രമിക്കുന്നതിനുള്ള കുട്ടികളാണ് ഇയാളെ പിടികൂടാൻ ശ്രമിച്ചത്. പക്ഷേ കുട്ടികളുടെ വലയത്തിൽ നിന്ന് ചാടി ഇയാൾ ഇരുട്ടിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. ഇയാൾ ഏതോ കുറ്റിക്കാട്ടിൻ്റെ ഉള്ളിലോ എവിടെയോ മറിഞ്ഞിരിക്കുകയാണ്. കാര്യം ഇരുളിൽ അയാളെ കണ്ടെത്തുക അത്ര എളുപ്പമല്ലെങ്കിലും പോലീസിന് വലിയ ആത്മവിശ്വാസമുണ്ട് ഈ രാത്രിയിൽ തന്നെ ഇയാളെ പിടികൂടാൻ കഴിയും. സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തുമെന്ന് ഉറപ്പായപ്പോൾ ഭാര്യ ഇയാളെ വിട്ടുപോയി. അത് കഴിഞ്ഞ് കൂടോത്രം ചെയ്ത് കാണുമെന്ന് വിശ്വസിച്ച് അയാൾ ഒരു സജിത എന്ന് പറയുന്ന ലേഡിയെ വകവരുത്തുന്നു. അത് കഴിഞ്ഞ് 6 കൊല്ലത്തിന് ശേഷം ഇയാൾ മറ്റു 2 പേരെ കൂടി വകവരുത്തുന്നു. ഇത്രയും നരാധമനായ ഒരു കൊടും ക്രിമിനലിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ കാടടച്ചുള്ള തെരച്ചിൽ നടത്തുന്നത് എന്ന് പ്രേക്ഷകർ അറിയുക. നാട്ടുകാർക്കൊപ്പം പോലീസുകാർക്കൊപ്പം നാട്ടുകാരുമുണ്ട്. ചന്താപര കയ്യക്കലത്ത് എവിടെയോ ഉണ്ട് എന്ന ധാരണയിലാണ് പോലീസ് നടക്കുന്നത്. കാരണം ഏതെങ്കിലും വീട്ടിൻ്റെ പിന്നിലോ ടെറസിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ ഉച്ചിയിലോ എവിടെയെങ്കിലും ഇയാൾ ഒളിച്ചിരിപ്പുണ്ടാകും. അല്ലെങ്കിൽ ചില്ലകൾക്ക് പിന്നിലോ അതല്ലെങ്കിൽ കുറ്റിക്കാട്ടുകൾക്ക് ഇടയിലോ എവിടെയെങ്കിലും ഇയാൾ ഉണ്ടാകും എന്ന ധാരണയിലാണ്. നിഖിൽ പ്രമേഷ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. നിഖിൽ, മാട്ടായിൽ മറ്റെന്താണ് ഇപ്പോൾ നടക്കുന്നത്? പോലീസുകാർ ഏതാണ്ട് 100ഓളം വരുന്ന പോലീസ് സംഘത്തിൻ്റെ അന്വേഷണം ഏത് വിധമാണ് പുരോഗമിക്കുന്നത്? പോലീസുകാർക്ക് ഇപ്പോഴും ആ ആത്മവിശ്വാസമുണ്ടോ ഇയാളെ കണ്ടെത്താൻ കഴിയുമെന്ന്? SKN ഒരു നാടൊന്നടങ്കം ഉറങ്ങാതെ ഇങ്ങനെ ആ പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം നമ്മൾ ഈ നോക്കുമ്പോൾ ഓരോ ഭാഗത്തും ആളുകൾ ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് ടോർച്ചടിച്ച് വരുന്നു, അവരിങ്ങനെ സംഘടിക്കുന്നു, അവർ ഒരുമിച്ച് നിൽക്കുന്നു. അതായത് പ്രതി എവിടെയെങ്കിലും ഉണ്ട് എന്നുള്ള വിവരം കിട്ടിയാൽ അപ്പോഴവിടേക്ക് സംഘമായി പെട്ടെന്ന് തന്നെ ഓടിയെത്തും. അപ്പോൾ നോക്കും, എല്ലാ വീടുകൾക്ക് മുന്നിലും ആളുകൾ ഇങ്ങനെ ടോർച്ചും കയ്യിൽ വടിയും ഒക്കെയായി തയ്യാറായി നിൽക്കുകയാണ്, സജ്ജരായി നിൽക്കുകയാണ്. അവർക്കൊരു ഇൻറ്റിമേഷൻ കിട്ടുന്ന പക്ഷം, ഇന്ന ഭാഗത്ത് പ്രതി ഉണ്ട് എന്നുള്ളൊരു വിവരം കിട്ടുന്ന പക്ഷം അവിടേക്ക് ഓടിയെത്താൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് ഈ നാട്. ഒരുപക്ഷെ പോലീസിന് ഈ പ്രതിയെ പിടികൂടണമെന്ന് എത്രത്തോളം ആവേശവും ഉണ്ടോ, അതായത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പ്രശ്നം കൂടിയായി മാറിയിരിക്കുന്ന സാഹചര്യമുണ്ട്. കാരണം പോലീസ് ഒരുപാട് പഴികേട്ട ഒരു കേസാണിത്. സ്വാഭാവികമായിട്ട് അവർക്ക് എത്രത്തോളം പോലീസിന് ഈ പ്രതിയെ പിടികൂടണമെന്ന് അവർക്ക് താല്പര്യമുണ്ടോ അത്രത്തോളം തന്നെ ഈ നാട്ടുകാർക്കും അങ്ങനെ ഒരു താല്പര്യമുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വീടിനെ അനാഥമാക്കിയ നരാധമനാണ് ഈ പ്രതി. ഒരു വീട്ടിലെ 2 കുട്ടികളെ അവരെ അനാഥമാക്കിയ ഒരു പ്രതിയാണ്. ഇത്ര ക്രൂരമായിട്ട് ജയിലിലിരുന്ന് പോലും ആസൂത്രണം നടത്തിയ ആ പ്രതി എത്രയും വേഗം പിടികൂടണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇവരൊക്കെ ഇങ്ങനെ ഉറങ്ങാതെ കാത്തിരിക്കുന്നത്. നിങ്ങൾ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഉറങ്ങാൻ പറ്റാത്തൊരു ദിവസമായിരിക്കും. കുട്ടികൾ കരഞ്ഞിട്ട് പേടിച്ചിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കണം. വീട്ടിൽ നിന്ന് വാലടച്ചിട്ട് ഇരിക്കണം. കുട്ടികൾ പേടിച്ചിട്ട് ഉറങ്ങണില്ല. എന്തായാലും പിടിച്ചിട്ടേ ഞാൻ അടങ്ങും. കുടുംബത്തിൽ തന്നെ 3 പേരെ കൊന്ന പ്രതിയാണ്. എന്തായാലും സർക്കാരും പോലീസും എന്തായാലും പിടിക്കും. ആ ശ്രമത്തിൽ നമ്മളും കൂടി പങ്കാളിയാകാൻ വേണ്ടി നിൽക്കണം. ഈ ചേട്ടനൊക്കെ ഈ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത് അറിഞ്ഞപ്പോൾ വളരെ വേഗത്തിൽ തന്നെ അവിടേക്ക് എത്താൻ ശ്രമിച്ചിരുന്നു അല്ലേ? എന്താണ് നിങ്ങൾ കേട്ടത്? ഞങ്ങൾ കേട്ടത് പിള്ളേർ ചെന്താമര പോയിട്ട് പിടിക്കറ എന്നുള്ള സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. അത് നേരെ താഴെ വശമാണ് ഓടിക്കൊണ്ടിരുന്നത്.